ഓപ്പറേഷൻ തുഫാൻ ലഹരിക്കെതിരെ നെയ്യാറ്റിൻകരയിൽ ജനകീയ മുന്നേറ്റം. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതവും സമാധാനപരവുമായ സാമൂഹിക അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമായി കേരള സർക്കാർ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തുഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി നെയ്യാറ്റിൻകരയിൽ വിപുലമായ ജനകീയ പങ്കാളിത്തത്തോടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നു. ലഹരി വസ്തുക്കളുടെ സംഭരണം, വിൽപ്പന, വിനിമയം എന്നിവ കണ്ടെത്തി കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ തുഫാൻ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്ഥാപന മാനേജ്മെന്റുകൾ, അധ്യാപക രക്ഷകർത്തർ കൂട്ടായ്മകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ, മാധ്യമ പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലെയും ജനങ്ങളുടെ സജീവ സഹകരണം പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. സെമിനാറിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനായി ജൂൺ 15-ന് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ സ്വാഗതസംഘ യോഗം ചേരും. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സംഘടനകൾ, വ്യാപാര സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവയുടെ പ്രതിനിധികളെ യോഗത്തിലേക്ക് അയക്കണമെന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രദീപ് ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരായ പോരാട്ടം നിയമപാലകരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന സന്ദേശമാണ് ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് വയ്ക്കുന്നത്. പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്തുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ.